ഞങ്ങളിന്ന് പോകുന്നത് കോൺവേ കാസലിലേക്കാണ്. കാർ പാർക്ക് ചെയ്തതിന് ശേഷം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കാസലിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് പോവുകയാണ്. കാസൽ ഓപ്പൺ ആവുന്നത് 9:30-ക്കും ക്ലോസസ് ബൈ 5 PM ആണ്. മെയിൻ എൻട്രൻസിലേക്ക് പോകുന്ന വഴി ലെഫ്റ്റ് സൈഡിൽ ടീ ഷോപ്സും കഫേസും അതുപോലെ തന്നെ സുവനീർ ഷോപ്സും കാണാൻ കഴിയും. മെയിൻ എൻട്രൻസിൽ പോയി ടിക്കറ്റ് കളക്ട് ചെയ്യണം. കാസലിൻ്റെ ടിക്കറ്റ് ഫെയർസ് ഇവരിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ സുവനീർസൊക്കെ കളക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളുമുണ്ട്. 740 വർഷം പഴക്കമുള്ള രാജാക്കന്മാർ യുദ്ധത്തിനും ഭരണത്തിനുമായി നിർമ്മിച്ച ഒരു വലിയ സ്റ്റോണിൻ്റെ കോട്ടയാണ്. ഇന്നത് വെയിൽസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ്. യൂറോപ്പിലെ ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ട മധ്യകാല കോട്ടകളിൽ ഒന്നാണിത്. രാജാവ് എഡ്വാർഡ് ഒന്നാമൻ വെയിൽസിനെ കീഴടക്കിയ ശേഷം തൻ്റെ ഭരണാധികാരം ഉറപ്പിക്കുവാൻ ഈ കോട്ട നിർമ്മിച്ചു. പ്രശസ്ത ശില്പി ജെയിംസ് സെൻറ്റ് ജോർജ് ആണ് രൂപകൽപ്പന നിർമ്മിച്ചത്. നോർത്ത് വെയിൽസിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോൺവേ കാസലിൻ്റെ നിർമ്മാണകാലം 1283 മുതൽ 1287 വരെയാണ്. കാസലിൻ്റെ ഉള്ളിൽ പണ്ട് കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഓരോ വസ്തുക്കളും അതിൻ്റെ സ്മാരകങ്ങളും കാണാൻ കഴിയും. കാസലിൻ്റെ മുകളിൽ കയറി ചുറ്റുമുള്ള പട്ടണവും കടൽ തീരവും മനോഹരമായി കാണാൻ കഴിയും. ഈ കാസലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ശക്തമായ മതിലുകളും 8 വലിയ ഗോപുരങ്ങളും ഈ കാസലിന് ചുറ്റുമുണ്ട്. യുനെസ്കോ ഈ കാസലിനെ ലോക പൈതൃക സൈറ്റിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. പണ്ട് കാലത്ത് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ഓരോ വസ്തുക്കളുടെ അവശിഷ്ടങ്ങളും ഈ കാസലിൽ കാണാൻ കഴിയും. 13-ാം നൂറ്റാണ്ടിൽ എഡ്വാർഡ് I വെയിൽസിനെ കീഴടക്കിയതിനു ശേഷം അവിടുത്തെ നിയന്ത്രണം ഉറപ്പാക്കുവാൻ നിരവധി കോട്ടകൾ പണിതു. അവയിൽ ഏറ്റവും ശക്തവും തന്ത്രപ്രധാനവുമായ കോട്ടകളിൽ ഒന്നാണ് ഈ കോൺവേ കാസൽ. വെറും 4 വർഷത്തിനുള്ളിൽ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ സഹായത്തോടെയാണ് ഇത് നിർമ്മിച്ചത്. 1294 തൊട്ട് 1295 വരെ വെയിൽസുകാരുടെ കലാപത്തിന് രാജാവ് എഡ്വേർഡ് ഒന്നാമൻ ഇവിടെ അഭയം പ്രാപിച്ചു. പിന്നീട് ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധകാലത്തും കോട്ടയ്ക്ക് സൈനിക പ്രാധാന്യമുണ്ടായിരുന്നു. ചില ഭാഗങ്ങൾ നശിച്ചെങ്കിലും പ്രധാന ഘടന ഇന്നും മികച്ച നിലയിൽ നിലനിൽക്കുന്നു. ഈ കാസലിനുള്ളിൽ പഴകിയ രാജകീയ മുറികളുടെ അവശിഷ്ടങ്ങളും ഇടുങ്ങിയ കൽപ്പടികളൊക്കെ കാണാൻ കഴിയും. മതിലുകളുടെ മുകളിലൂടെ നടക്കാനുള്ള പാതകളും ഈ കാസലിൻ്റെ പ്രത്യേകതയാണ്. തുറമുഖവും കോൺവേ പട്ടണവും കാണുന്ന മനോഹര കാഴ്ചകളാണ് ഈ കാസലിൻ്റേത്. ശത്രുക്കളെ നിരീക്ഷിക്കുവാനും പ്രതിരോധിക്കുവാനും
ഈ കാസലിന് ചുറ്റും 8 ഭീമൻ ഗോപുരങ്ങളുണ്ട്. കാസലിന് ചുറ്റുമുള്ള കോൺവേ പട്ടണം മുഴുവൻ മധ്യകാല മതിലുകൾ കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ മതിലുകൾ ഇന്നും ഭൂരിഭാഗവും നിലനിൽക്കുന്നു. അതിനാൽ ഈ പട്ടണം തന്നെ ഒരു ചരിത്ര മ്യൂസിയം പോലെ തോന്നും. ദിവസേന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് സന്ദർശകർ ഇവിടെ എത്താറുണ്ട്. ചരിത്ര പഠനത്തിനും ഫോട്ടോഗ്രാഫിക്കും അതുപോലെ തന്നെ ഫാമിലി ട്രിപ്പൊക്കെ ആയിട്ടൊക്കെ ഒരുപാട് പേർ ഈ കാസലിൽ വന്ന് കണ്ട് പോവാറുണ്ട്. കാസലിൻ്റെ നിർമ്മാണത്തിന് ആയിരക്കണക്കിന് ടൺ കല്ലുകൾ ഉപയോഗിച്ചു എന്നാണ് അറിയപ്പെടുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിരുന്നു. സിനിമകളും ഡോക്യുമെൻ്ററികളും ചിത്രീകരിക്കാൻ ഈ സ്ഥലം ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകളാണ് കോൺവേ കാസിൽ നമുക്കായി അവിടെ ഒരുക്കി വച്ചിരിക്കുന്നത്. അങ്ങനെ കോൺവേ കാസിലിൽ നിന്നിറങ്ങി കാസലിൻ്റെ ഗാലറിയിലേക്കായി. അവിടുന്ന് കാസലിൻ്റെ 2 സുവനീഴ്സും കളക്ട് ചെയ്ത് കാസൽ കാഴ്ചകളോട് ബൈ പറഞ്ഞു. കാസലിലെ കാഴ്ചകൾക്ക് ശേഷം പുറത്തിറങ്ങി കാസൽ ഗാലറിയിൽ കോൺവേ കാസിൽ നിന്ന് സുവനീഴ്സ് കളക്ട് ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സൗകര്യങ്ങളും പ്ലീസ് ലൈക്ക് ഏറ്റവും മനോഹരമായ ദിവസമായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.